ദേശീയപാത അടഞ്ഞതോടെ ഇടുക്കി മൂന്നാറിന്റെ യാത്ര ഒരൊറ്റ പാലത്തിലേക്ക് ചുരുങ്ങി. തകർന്ന കൈവരികളുള്ള ഇടുങ്ങിയ പാലത്തിലൂടെയാണ് ഇപ്പോൾ ആയിരങ്ങളുടെ യാത്ര. മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കും അപകട ഭീഷണിയും ചേർന്ന് മൂന്നാറുകാരുടെ ദുരിതം ഇരട്ടിയാക്കുകയാണ്. മൂന്നാർ CSA പള്ളിക്ക് സമീപം മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ദേശീയപാതയിൽ പൂർണ്ണ ഗതാഗത നിയന്ത്രണം തുടരുകയാണ്. ഇതോടെ മൂന്നാർ ടൗണിലേക്കും ദേശീയപാതയിലൂടെ മറ്റു പ്രദേശങ്ങളിലേക്കും പോകാൻ പോലീസ് സ്റ്റേഷന് സമീപത്തെ ചെറിയ പാലം മാത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പാലത്തിന്റെ അപകട സാധ്യത കണക്കിലെടുത്ത് ബസ്സുകളും മറ്റും വലിയ വാഹനങ്ങളും പാലത്തിലൂടെ കടത്തിവിടുന്നില്ല. ചെറിയ വാഹനങ്ങൾക്ക് മാത്രമാണ് അനുമതി. എന്നാൽ ഇടുങ്ങിയ പാലവും തകർന്ന കൈവരികളും യാത്രയെ കൂടുതൽ അപകടകരമാക്കുകയാണ്. ഒരേ സമയം വളരെ കുറച്ച് വാഹനങ്ങൾക്ക് മാത്രമാണ് പാലം കടക്കാൻ കഴിയൂ. വിനോദസഞ്ചാരികളുടെ തിരക്ക് കൂടിയാകുമ്പോൾ രാവിലെ മുതൽ രാത്രി വരെ മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്ക്. ഗതാഗത നിയന്ത്രണം പോലീസിന് വലിയ തലവേദനയാവുകയാണ്. സ്കൂൾ വിദ്യാർത്ഥികളും ജോലിക്കാരും രോഗികളുമാണ് ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത്. അടിയന്തര ചികിത്സക്കായി പോകുന്ന ആംബുലൻസുകൾ പോലും ഗതാഗതക്കുരുക്കിൽ കുടുങ്ങുമെന്ന ആശങ്കയും ഉയരുകയാണ്. ஒரு முக்கியமான வேற ஒரு செய்தி கூட என்னன்னா ஒரு எமர்ஜென்சி ஆஸ்பத்திரிக்கும் ஆம்புலன்ஸ் போய் வரதுக்கும் ஸ்கூல் பஸ்ஸுகளுக்கும் ஸ்கூல் பிள்ளைகளுக்கும் ரொம்ப கஷ்டமா இருக்கு. இந்த பாதையில போலீஸ் ஸ்டேஷன்ல உள்ள பாதையில உள்ள மரங்களும் ஒந்திகளும் அதுவும் ஒரு அபகடத்துல தான் இருக்கு. எப்ப இடிஞ்சு வரும் இந்த மண்ணுகளும் போலீஸ் സ്റ്റേഷൻ കോട്ടസ് മേലെ കീഴിൽ ഉള്ള മണ്ണുകളും ഇടിയുന്ന കണ്ടീഷനിൽ தான் இருக்கு. മഴ ശക്തമായാൽ നിലവിലെ സാഹചര്യം കൂടുതൽ ഗുരുതരമാകുമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ഹെഡ്വർക്സ് ഡാമിന് സമീപം നിർമ്മിച്ച പാലത്തിന് സമാനമായ മറ്റൊരു പാലം ഇവിടെ നേരത്തെ നിർമ്മിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ യാത്രാ ദുരിതം ഒഴിവാക്കാനാകുമായിരുന്നുവെന്നാണ് പ്രദേശവാസികളുടെ അഭിപ്രായം. ഇതേക്കാട്ടിലും എല്ലാവർക്കും ഒരു നല്ല സൗകര്യവും പൊതുമക്കൾക്ക് ഒരു നല്ല വരവേൽപ്പ് ഇരുന്നിരിക്കും. മൂന്നാർ പക്കത്തിൽ വന്നു പോறதுக்கும் എந்த ഒരു ട്രാഫിക്കും ഒരു ഇടഞ്ചൽ ഇല്ലാമ ഇരുന്നിരിക്കും. ഈ പാലവും അപകടാവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ദേശീയപാതയിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടി വേഗത്തിലാക്കണമെന്നാണ് നാട്ടുകാരുടെ അടക്കം ആവശ്യം. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില അല്ലേ? അതെ. 22 വർഷത്തെ പാരമ്പര്യമുള്ള 50-ലേറെ ബ്രാഞ്ചുകളുള്ള നിങ്ങളുടെ സ്വന്തം അച്ചയൻസ് ഗോൾഡ്.